കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റൽ കഞ്ചാവിന്റെ വിപണന കേന്ദ്രമായിരുന്നെന്നും പുറത്തുൾപ്പെടെ വിൽപ്പന നടത്താറുണ്ടായിരുന്നെന്നും പോലീസിന് ബോധ്യമായിരുന്നു. ഇതിനു പിന്നാലെയാണ് മറ്റു ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും വിൽപ്പനയുണ്ടായിരുന്ന വിവരം കൂടി വരുന്നത്. ആഘോഷങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, പോക്കറ്റ് മണി കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികളിൽ ചിലർ ലഹരി ഇടപാട് നടത്തിയിരുന്നത്. ഒരു ബണ്ടിൽ കഞ്ചാവ് വിതരണം ചെയ്യുമ്പോൾ 6000 രൂപയായിരുന്നു തനിക്ക് കമ്മീഷനെന്ന് കളമശ്ശേരി കഞ്ചാവ് വേട്ടയിൽ അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക് മൊഴി നൽകി. വിദ്യാർത്ഥികളിൽ നിന്ന് 24,000 രൂപ വാങ്ങും. തനിക്ക് 18,000 രൂപയ്ക്ക് കഞ്ചാവ് കിട്ടും. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയ ലഹരി വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും കൂടി വേണ്ടിയുള്ളതായിരുന്നെന്നാണ് പോലീസിന് വ്യക്തമായിട്ടുള്ളത്. 2 കിലോയാണ് പിടിച്ചെടുത്തതെങ്കിലും 4 കിലോയോളം കഞ്ചാവ് ഹോസ്റ്റലിലെത്തിയെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. റെയ്ഡിനിടെ 2 കിലോയ്ക്കടുത്ത് കഞ്ചാവുമായി ആകാശിനെ പോലീസ് സംഘം പിടികൂടിയപ്പോൾ അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ എത്തി. ഉടൻ തന്നെ സ്പീക്കർ ഓൺ ചെയ്ത് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടു. സാധനം സേഫല്ലേ എന്നാണ് വിളിച്ച കോട്ടയം സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥി ആകാശിനോട് ചോദിച്ചത്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണെന്ന് പോലീസ് പറയുന്നു. അവിടേക്ക് വലിയ തോതിൽ ലഹരി എത്തിയ കാര്യം ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നു. അന്നേ ദിവസം ഫോൺ വിളിച്ച കോട്ടയം സ്വദേശിയായ വിദ്യാർത്ഥിയെ കളമശ്ശേരി പോലീസ് ചോദ്യം ചെയ്തു. അതിനിടെ ഒളിവിൽ കഴിയുന്ന ഇതര സംസ്ഥാനക്കാരനായ ബംഗാൾ സ്വദേശി സുഹൈലിനായി അന്വേഷണം ഊർജിതമാക്കി. 16-ന് രാവിലെയോടെ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫായി. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് ലഹരിക്കായി പണം കൈമാറിയ മുഴുവൻ വിദ്യാർത്ഥികളെയും കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമടക്കം 6 പേർ ഇതുവരെ കേസിൽ അറസ്റ്റിലായി. ഇതിൽ കോളേജിലെ SFI നേതാവായിരുന്ന അഭിരാജും ആകാശ് ഉൾപ്പെടെയുള്ള KSU പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം S ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.